ഒരു കാര്യം ഞാൻ വളരെ ഹാപ്പിയാണ്, ബാലസ്റ്റാർ വളരെ ഹാപ്പിയാണ്. പുള്ളി വളരെ ഹാപ്പി ആയി ജീവിക്കും. ഞാൻ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം വീട്ടിലേക്ക്. പുള്ളി വളരെ ഹാപ്പിയാണ്. ആരും പുള്ളി ഉപദ്രവിക്കരുത്. പുള്ളി ഒരുപാട് വിഷമം അനുഭവിച്ചാണ്. ഈ ഫ്ലാറ്റിൽ ആവശ്യമ്പോൾ പുള്ളി ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി കല്യാണം കഴിച്ച ഭാര്യയായിട്ട് കോകില യൂട്യൂബ് ചാനൽ തുടങ്ങി. പുള്ളി സ്വസ്ഥമായി ഹാപ്പിയായി ജീവിക്കുകയാണ്. പുള്ളി ജീവിച്ചാണ് പോട്ടെ. ഒരുപാട് വിഷമം പുള്ളി അനുഭവിച്ചു. ഇവിടെ എറണാകുളം താമസിക്കുമ്പോൾ ഒരുപാട് അനുഭവിച്ചു. ഇപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പുള്ളി ഉപദ്രവിക്കുകയായിരിക്കാം. അതെ, പുള്ളി വളരെ ഹാപ്പിയാണ്. അതിൽ വളരെ ഹാപ്പിയാണ്. പുള്ളി എന്നെ വിളിക്കാറുണ്ട് തന്നെ. പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളിക്ക്. പുള്ളി ഒരുപാട് അനുഭവിച്ചു. പുള്ളി ഈ എറണാകുളം താമസിക്കുമ്പോൾ ഒരുപാട് നിങ്ങളുടെ വീടിൻ്റെ ഒരു കുഴപ്പമാണെന്ന് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ എല്ലാം ശരിയായി. ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട് അണ്ണാ, പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ കണ്ടേക്കണിൽ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തുകൊണ്ട് വന്നൊരു ആർട്ടിസ്റ്റാണ്. കാരണം ഞാനൊക്കെ ഒരുപാട് സിനിമകൾ പുതിയ മുഖം അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. പുള്ളിയുടെ പേഴ്സണൽ ലൈഫാണ് പുള്ളി ഇങ്ങനെ ആക്കിയത്. ഇപ്പം ഞാൻ പുള്ളിയുടെ ഒരുപാട് സിനിമകൾ പുതുമുഖത്തിറക്കം ഞെട്ടിക്കുന്ന രീതിയിലുള്ള വില്ലൻ വേഷം പുള്ളി ചെയ്തു. തമിഴിൽ ഒരുപാട് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഡയറക്റ്റ് ഉണ്ട്. അതെ അതെ, അതെനിക്കറിയാം. ഞാൻ ഷൂട്ടിങ്ങിലൊക്കെ പോയിട്ടില്ല. മറ്റേ ശ്രീദേവി ഞാൻ ജൂനിയർ ടെസ്റ്റ് പോയപ്പോൾ പുള്ളിയുടെ വർക്കിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു ഫൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിഷാരടിനെ കുറിച്ചാണോ? പുള്ളി നല്ല ബിസിനസ്സുകാരനാണ്. അത് എനിക്ക് തോന്നുന്നു ഇവര് കൃത്യമായ നല്ല സിനിമകളൊക്കെ ചെയ്യുള്ളൂ ചിലപ്പോൾ. അതാണ് നല്ല ആർട്ടിസ്റ്റ്. മമ്മൂക്കയുടെ മെയിനായിട്ടുള്ള സുഹൃത്താണ്. മെയിനാണ് ജയറാമേട്ടനായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. പുള്ളി അവിടെ എന്റെ ഫാദറിന്റെ കമ്പനി ജോലിയുടെ ആളാണ്. എന്റെ ഫാദറിനെ അറിയാവുന്ന ആളായി. പുള്ളി ഫാദർ വെച്ചിട്ട് പുള്ളി വരാൻ ഇരുന്നാണ്. പുള്ളിക്ക് എന്റെ ഫാദറിന് വലിയ കാര്യമായി. നാദിശയുടെ ഫാദറിൽ ഒരുപാട് നാഷണൽ പറയുന്നത് പറഞ്ഞ യൂത്താണ്. ഈ ഏറ്റവും മനസ്സിൽ ഹ്യൂമർ സെൻസ് ദിലീപേട്ടതും നാദിശയ്ക്കാണ്. എന്നാൽ ആ ഇന്റർവ്യൂവിനിടയിൽ ആ സ്പോട്ടിലായിട്ടാണ് ഇവർ രണ്ടുപേരും തമാശ ഉണ്ടാക്കാൻ ഭയങ്കര ദിലീപ് ആ ഇന്റർവ്യൂ ഓൺ ദി സ്പോട്ടായിട്ടാണ്. പുള്ളി സിനിമയിൽ ഒരുപാട് ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കോമഡിയിൽ ലാലേട്ടനെക്കാട്ടും എല്ലാം ബെസ്റ്റ് ദിലീപാണ്. പിന്നെ ദിലീപേട്ടനെ ആവശ്യിക്കുകയും സുഹൃത്തുക്കളായിരുന്നല്ലോ. ദിലീപേട്ടനെ ആവശ്യിക്കുകയും പക്ഷെ ദിലീപേട്ടൻ സിനിമയിൽ അഭിനയിച്ചു, TV ഷോസ് ചെയ്ത് കാസ്റ്റിംഗ് ചെയ്തു. പക്ഷെ നാദൃശ്യ സിനിമയിൽ വലിയ രീതിയിൽ നടന്ന എനിക്ക് പല മറ്റേ കലാമണി ചെയ്യേണ്ട റോള് നാദിശയ്ക്കല്ല. നാദിശ ഞാൻ ഇവിടെ ഈ എന്താണ് ഈ ഗാനമേള ഇങ്ങനെയെല്ലാം മിമിക്രി ഇങ്ങനെ ഇരിക്കുക ഞാൻ വരുന്നില്ല. പുള്ളി വളരെ സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോയ ആളാണ്. പുള്ളി പുള്ളിക്ക് അഭിനയം അതാ പുള്ളി ചെയ്യുന്നത്. നാദിശയ്ക്ക് അഭിനയം താല്പര്യമില്ല. കിട്ടണപ്പെടല്ലോ. അന്ന് പുലിപുരയുടെ ഒപ്പം ഓടിയാണ്. വിഷ്ണു കയറി വന്നാ പറഞ്ഞ ആദിശിവജി പറയുന്നത് ഏറ്റവും കൂടുതൽ യുവത്വമാണ്. നല്ല എങ്ങനെയായിട്ടായിരിക്കും പോലത്തെ പടങ്ങളൊക്കെ ഇപ്പൊ സത്യനന്ദിക്കാണ് സത്യനന്ദിക്കാണ് ഒരേ ടൈപ്പ് ഫിലിമാണ് എല്ലാം ചെയ്യുന്നത്. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. അണ്ണാ ഇപ്പൊ സത്യനന്ദിക്കാണ്ട് ഒരു എക്സ്പെരിമെന്റും ഇല്ല. ഒരേ ടൈപ്പ് പടമാണ് ചെയ്യുന്നത്. സ്നേഹപൂർവ്വം അത് ശനികുമാറാണ് ഒരേ ബസ് റൂട്ട് കൂടുന്ന പോലെ. അതെ, സ്നേഹപൂർവ്വം താടി എടുത്തിട്ടുണ്ട്. ഇവർ ഇത്രയും മാർക്കറ്റ് ചെയ്യുന്ന ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് കാണുമ്പോൾ എമ്പുരാൻ എന്തോ കുഴപ്പമുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം പോസ്റ്റ് ഒതുക്കിയാണ്. ഇങ്ങനെ സിനിമ റിലീസിന് മുമ്പേ ബിസിനസ് ശരിയാക്കാൻ വേണ്ടിയാവും. തുടരും സാധ്യത. അത് കുറച്ച് മാറ്റി വെച്ചേക്കാം. ഈ വർഷം 3 എത്തിച്ചു വന്നു. 1 മോഹൻലാൽ, 2 ദിലീപ്, 3 നിവിൻ പോളി. തടിയിലെ കുറച്ച്
ബബ്ബുബേ നല്ല പടം. പിന്നെ വേറെ 2 പടങ്ങളുണ്ട്. പ്രിൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, പ്രിൻസിന്റെ ടീസർ കണ്ടിരുന്നു. അല്ലെ ദിലീപ് എന്തെങ്കിലും വെച്ച് വരും, സംശയമില്ല. അല്ല, പ്രിൻസിന്റെ ടീസർ ഞാൻ കണ്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ്. അതിനെപ്പറ്റി പറഞ്ഞോട്ടെ. അല്ല, എല്ലാരും പറഞ്ഞു ഇവരുടെ ഫീൽഡ് ഔട്ട് ആയി, ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ജയറാം ഏറ്റവും കുത്തുവാനും ജയറാം കൂടെ ഹോസ്റ്റലിൽ കൂടെ തിരിച്ചു വന്നു. സുരേഷ് ഗോപി തിരിച്ചു വന്നില്ലേ, ഗരുഡനും മറ്റേ കൊമ്പൻ. ഒരു പടം ഉണ്ടല്ല, 2 പടത്തോട് കൂടി തിരിച്ചു വന്നു. മറ്റേ ഇത് ശോഭനയുടെ കൂടെ ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ഫീൽഡ് ഔട്ട് ആരും ആയിട്ടില്ല. നിവിൻ പോളി ശക്തമായി. നിവിൻ പോളി എത്ര പടമല്ല, തടി മുഴുവൻ കുറച്ചു, കുറച്ച് പഴയ ലുക്കായി. ഒരു ഈ പടം കൂടി വരാന്നുണ്ട്. നിവിൻ പോളിയുടെ ഒരു പടം വരാൻ നിൽക്കുന്നുണ്ട്, ഒരു സൂപ്പർ ഹീറോ പടം നിൽക്കുന്നുണ്ട്.